ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റംഷാദ് വോയിസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ പാർട്ട് 2. അപ്പോൾ പാർട്ട് 1 കാണാത്തവർ തീർച്ചയായും പാർട്ട് 1 കണ്ടതിന് ശേഷം പാർട്ട് 2 കാണുക. കാരണം പാർട്ട് 1 നമ്മൾ 4 വർഷത്തേക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ കൂട്ടുപലിശ എങ്ങനെ കാണാമെന്നാണ് പാർട്ട് 1 നമ്മുടെ റേഷ്യോ മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെ കാണാമെന്നാണ് പാർട്ട് 1 പറഞ്ഞത്. അപ്പോൾ അത് മനസ്സിലായവർക്ക് മാത്രമേ രണ്ടാമത്തെ വീഡിയോ ആയ ഹാഫ് ഇയർലി അതുപോലെ ക്വാർട്ടർലി ഒക്കെ എങ്ങനെ റേഷ്യോ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാമെന്ന് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക. അത് കാണാൻ വേണ്ടിയിട്ട് മുകളിൽ നിങ്ങൾക്ക് ഒരു ഐ ചിഹ്നം കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ RRB NTPC അതുപോലെ SSC CHSLൻ്റെ ക്ലാസ്സുകൾ നാളെ മുതൽ ആരംഭിക്കുന്നതാണ്. നാളെ മുതൽ നമ്മൾ എല്ലാ ദിവസവും ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഈ ഒരു ചാനലിലൂടെ ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തപ്പോൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടുകൂടി ആ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് യഥാസമയത്ത് നോട്ടിഫിക്കേഷനായി വരികയും ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ക്ലാസ്സുകൾ ഉദ്ദേശിക്കുന്നത് കുറച്ച് ഞാൻ ചെയ്യും, അതേ മോഡൽ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാനും തരുന്നതാണ്. അപ്പോൾ ആ രീതിയിലായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാ ക്ലാസ്സുകളും തുടർച്ചയായി കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ റേഷ്യോ മെത്തേഡ് അറിയാത്തവർക്ക് ഒന്നാമത്തെ വർഷവും രണ്ടാമത്തെ വർഷവും, ഒന്നാമത്തെ വർഷം സാധാരണ പലിശയും കൂട്ടുപലിശയും സെയിം ഇൻട്രസ്റ്റ് ആയിരിക്കും ലഭിക്കുക. രണ്ടാമത്തെ വർഷവും മൂന്നാമത്തെ വർഷവും നാലാമത്തെ വർഷവും എങ്ങനെ നമ്മൾ റേഷ്യോ മെത്തേഡ് കിട്ടി? നമുക്ക് റേഷ്യോ കിട്ടുന്നത് എങ്ങനെ? 1000 രൂപയ്ക്ക് 2 വർഷത്തേക്കുള്ള പലിശയും 3 വർഷത്തേക്കുള്ള പലിശയും 4 വർഷത്തേക്കുള്ള പലിശയും കണ്ടു കഴിഞ്ഞാൽ എത്രയാണ് നമുക്ക് കിട്ടുന്നത്? നമുക്ക് 1000 രൂപയ്ക്ക് 2 വർഷത്തേക്കുള്ള പലിശ കാണാനുള്ള റേഷ്യോ ആണ് 2:1. അതെങ്ങനെ കിട്ടി? 2 വർഷത്തേക്ക് പലിശ എങ്ങനെ കൂട്ടുപലിശ കിട്ടുക? 2 വർഷത്തേക്ക് 210. അത് നമ്മൾ 2:1 എടുക്കുന്നത്. 3 വർഷത്തേക്കുള്ള പലിശ 3:1. അതെങ്ങനെ കിട്ടിയത്? 331 രൂപയാണ് നമുക്ക് 3 വർഷത്തേക്ക് 1000 രൂപയ്ക്ക് 10% പലിശ നിരക്കിൽ കിട്ടുന്നത്. 10% പലിശ നിരക്കെങ്കിൽ 1000 രൂപയ്ക്ക് 2 വർഷത്തേക്ക് കിട്ടുന്ന പലിശ 210 രൂപ. 3 വർഷത്തേക്ക് 331 രൂപ. 4 വർഷത്തേക്ക് നമുക്ക് കിട്ടുന്ന റേറ്റ് എത്രയാണ്? അതാണ് നമ്മൾ 4 വർഷത്തേക്ക് കാണാനുള്ള റേഷ്യോ എന്ന് പറഞ്ഞത്. അപ്പോൾ 4 വർഷത്തേക്ക് എത്ര കിട്ടുന്നത്? 4:464 കിട്ടും. അപ്പോൾ നമ്മുടെ റേഷ്യോ 4:6:4:1. അപ്പോൾ ഈ റേഷ്യോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന, ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായും മുമ്പുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് അത് ആദ്യം കാണുക. അതുപോലെ എക്സാം എഴുതുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും നോക്കാം. എങ്ങനെ ഹാഫ് ഇയർലിയും ക്വാർട്ടർലിയും വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പഠിക്കാം. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. On rupees 1,60,000 for 2 years at the rate of 10% annually. What will be the compound interest if interest compounded half yearly? അർദ്ധവാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ ഞാൻ 1,60,000 രൂപ 2 വർഷത്തേക്ക് 10% പലിശ നിരക്കിൽ, വാർഷിക പലിശ നിരക്കിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ എനിക്ക് എത്ര രൂപ പലിശ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയി എനിക്ക് കിട്ടും എന്നാണ്. മൊത്തം എനിക്ക് എത്ര രൂപ പലിശ കിട്ടുമെന്നാണ് ചോദ്യം. നമ്മൾ ഇക്വേഷൻ മെത്തേഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ഇക്വേഷനാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാനുള്ളത്. എന്ത് ചെയ്താൽ മതി? നമ്മൾ റേഷ്യോ മെത്തേഡ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇവിടെ കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി എന്ന് പറയുമ്പോൾ ആദ്യം എമൗണ്ട് എത്രയാണ്? 1,60,000 ആണ് എമൗണ്ട്. 2 വർഷത്തേക്കാണ്, 2 year, 10% പെർ ആനം എന്ന് പറയുന്നു. ഇനി നമുക്ക് കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി എന്ന് പറഞ്ഞാൽ എന്താണ്? വർഷത്തിൽ 2 തവണ കാണുന്നത്. ഇപ്പോൾ 12 മാസമുള്ളത്, 12 മാസമാണ് ഒരു വർഷം. അത് 6 മാസം കൂടുമ്പോൾ പലിശ കാണുന്നുണ്ട്. അപ്പോൾ എങ്ങനെ വരുന്നത്? 1/2 ആണ്. ഒരു വർഷത്തിൽ 2 തവണ എന്ന് പറയുമ്പോൾ 1/2 എന്ന് നമുക്കറിയാം. നമ്മളെന്ത് ചെയ്യുക? ഈ കിട്ടിയ 1/2 എന്നുള്ളതിനെ കൊണ്ട് ഈ വർഷത്തെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക. അതുപോലെ തന്നെ റേഷ്യോ എത്ര പലിശ നിരക്കുണ്ടോ ആ പലിശയെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 2 × 2 4 വർഷം കിട്ടി.
ഇവിടെ പലിശ ശതമാനം 10 ആയിരിക്കണം 2, 5% കിട്ടി. ഇപ്പോൾ നമ്മുടെ ഈ റേഷ്യോ മെത്തേഡ് നമ്മൾ കൺവേർട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ എങ്ങനെ ₹1,60,000 തന്നെയാണ്. 4 വർഷത്തേക്ക് 5% പലിശ നിരക്കിൽ നമുക്ക് എങ്ങനെ കാണാമെന്നായി. 4 വർഷത്തേക്കുള്ള നമ്മുടെ റേഷ്യോ നമ്മൾ മുമ്പ് പറഞ്ഞു 4:6:4:1. നമ്മളിവിടെ എന്ത് ചെയ്തുക 4:6:4:1 എന്ന് എഴുതുക. ഫസ്റ്റ് 4ന്റെ ഭാഗത്ത് നമ്മൾ 1,60,60,000-ന്റെ 10% കാണരുത്, 5% കാണാം. 1,60,60,000-ന്റെ 5%, 1,60,60,000 10%, 16,000, 5% എത്ര 8,000. ഇനി 1,60,60,000-ന്റെ വിട്ടിട്ട് 8,000-ന്റെ 5% കാണാം. 8,000-ന്റെ 10% 800, 5% 400. ഇനി 400-ന്റെ 5% കാണാം. 400-ന്റെ 5%, 10% 40, 5% 20. ഇനി 20-ന്റെ 5% കാണാം. 20-ന്റെ 10% 2, 5% 1. മൾട്ടിപ്പിൾ ചെയ്യാം. ലാസ്റ്റ് സ്റ്റെപ്പ് 8,000 × 4, 8 × 4 എത്രയാണ് 32, 32,000. 6 × 4, 24, 2,400. 4 × 2 8, 80. 1 × 1 ആഡ് ചെയ്യാം 344,81. എങ്ങനെ കിട്ടുക 34,481 രൂപയാണ് എനിക്ക് പലിശയായി കിട്ടുന്നത്. കാണുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ട് തോന്നാം. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു ഇക്വേഷൻ ഉപയോഗിക്കുന്നതിന് പകരം ഈ ഒരു റേഷ്യോ മെത്തേഡ് നിങ്ങൾ തിരഞ്ഞെടുക്കുക. 2 കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം നമ്മൾ എന്താ ചെയ്തത്, ഇവിടെ 1/2 ആണ് നമ്മുടെ അർദ്ധവാർഷികമായിട്ട് വരുന്നത്. 2 കൊണ്ട് ഇയറിനെ മൾട്ടിപ്പിൾ ചെയ്തു, പിന്നെ പേഴ്സൻറ്റേജിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 4 വർഷം കിട്ടി, 5% കിട്ടി. 4 വർഷത്തെ നമ്മുടെ റേഷ്യോ 4:6:4:1 നമ്മളിങ്ങനെ എഴുതിയതിന് ശേഷം ആദ്യം കാണേണ്ടത് 1,60,60,000-ന് 5%. പിന്നെ നമ്മൾ ഇത് വിടുക, അത് കാണണ്ട. പിന്നെ 4,000-ന്റെ പിരമിഡ് പോലെ, ട്രീ പോലെ, അല്ലെങ്കിൽ മണി ചെയിൻ പോലെ ചെയ്യുക. 4,000-ന്റെ 5%, 400-ന്റെ 5%, 20-ന്റെ 5%, അങ്ങനെ ചെയ്യാം. എന്നിട്ട് ഇവിടെ ഒരിക്കലും ടോട്ടൽ ചെയ്യരുത്, മൾട്ടിപ്പിൾ ചെയ്യാം. 4 × 8 8,000, 6 × 400, 4 × 20, 1 × 1 ചെയ്തിട്ട് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കിട്ടി. നെക്സ്റ്റ് ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തറവും. നോക്കുക, ₹20,000 for 2 years at the rate of 20% per annually. What will be the compounders interest compounded half yearly? ഹാഫ് ഇയർലി കാണുമ്പോൾ നമ്മൾ ആലോചിക്കുക 1/2. നോക്കുക എത്ര രൂപയാണ്, 20,000 രൂപയാണ് ഞാൻ നിക്ഷേപിച്ചത്. 2 വർഷത്തേക്കാണ് ഞാൻ നിക്ഷേപിച്ചത്. 20% പലിശ നിരക്ക് എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ റേഷ്യോ മെത്തേഡ് അപ്ലൈ ചെയ്യണമെങ്കിൽ കൺവേർട്ട് ചെയ്യുക. ഹാഫ് ഇയർലി എന്ന് പറയുമ്പോൾ തന്നെ 1/2 എഴുതുക. ഇയറിനെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക. പേഴ്സൻറ്റേജിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 4 വർഷമായി. 20നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എത്രയാണ് 10%. ഞാൻ കാണേണ്ടത് നമ്മുടെ റേഷ്യോ 4 വർഷത്തേക്കുള്ള റേഷ്യോ 4:6:4:1. 4, 6, 4, 1 എന്ന് എഴുതി. 20,000-ന്റെ 10% 2,000. 2,000-ന്റെ 10% 200. 200-ന്റെ 10% 20. 20-ന്റെ 10% 2. മൾട്ടിപ്പിൾ ചെയ്യുക. 8 × 2 4 × 2 8,000. 6 × 2 1,200. 4 × 2 80. 1 × 2 2 കൂട്ടുക. എത്ര വരുന്നത് 9,282. ഈ ഒരു മെത്തേഡിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇതിലും നല്ല മെത്തേഡ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. കാരണം അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നതാണ്. അതുപോലെ എനിക്കും അത് പരിചയപ്പെടുത്താം മറ്റുള്ളവർക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലും നല്ല മെത്തേഡ് ഏതെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പരിചയപ്പെടുക. കാരണം പലർക്കും പല ഐഡിയാസ് ആയിരിക്കും. അതൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.
ഇനി വരുന്നത് എന്താണ്? 3 മാസത്തിൽ പലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ ഞാൻ 16,000 രൂപ 9 മാസത്തേക്ക് നിക്ഷേപിച്ചു. എനിക്ക് 20% പലിശ നിരക്ക് തരാമെന്ന് പറഞ്ഞ്. പെർ ആനം, വർഷത്തിലാണ് 20%. ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ എനിക്ക് എത്ര രൂപയായിരിക്കും പലിശ കിട്ടുന്നതെന്ന് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടതാണ്. 9 മാസം ഇവിടെ ക്വാർട്ടർലി നിങ്ങൾ ക്വസ്റ്റ്യനിൽ കണ്ടു കഴിഞ്ഞാൽ 12 മാസമുള്ള ഒരു വർഷത്തിൽ, 12 മാസമാണ് വർഷത്തിൽ, 3 മാസം എന്ന് പറയുമ്പോൾ എങ്ങനെ വരുന്നത്? 1/4. അത് ഓർത്തിരിക്കുക. അത്രേ ഓർത്തിരിക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ സെയിം ആണ്. റുപ്പീസ് 16,000 9 മാസം 20%. 1/4 എന്ന് പറയുമ്പോൾ 4 × 9 ഇൻറ്റു മൾട്ടിപ്പിൾ ചെയ്യുക. ഈ മന്തിനെ മൾട്ടിപ്പിൾ ചെയ്യുക. ഇയർ ആണെങ്കിൽ ഇയറിനെ മൾട്ടിപ്പിൾ ചെയ്യുക 4 കൊണ്ട്. ഡിവൈഡ് ബൈ 4, പേഴ്സൻറ്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 9 × 4 9 9 18 18 18 36 മാസം. 20നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5%. 20 ഡിവൈഡ് ബൈ 4 5%. 36 മാസം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? എത്ര വർഷമാണ്? 12 ആയിരിക്കണം 36 ആയിരിക്കണം 12. 3 വർഷം. 3 വർഷം എന്ന് കാണുമ്പോൾ തന്നെ നമ്മുടെ റേഷ്യോ നമ്മുടെ മൈൻഡിൽ ഓർമ്മ വരണം. 3:1. 3 വർഷത്തേക്കുള്ള നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാനുള്ള റേഷ്യോ ആണ് 3:1. നമ്മളിവിടെ 3:1 എഴുതുന്നു. 16,000ന്റെ 5%. 16,000ന്റെ 10% എത്രയാണ്? 1,600. നേർപകുതി 800. 800ന്റെ 5%. 10% 80, 5% 40. 40ന്റെ 5%. 10% 4, 5% 2. മൾട്ടിപ്പിൾ ചെയ്യുക. 8 × 3 24. 2,400 കിട്ടി. 3 × 4 12 120 കിട്ടി. പ്ലസ് 2 കൂടി ആഡ് ചെയ്യുമ്പോൾ 2,522. എത്ര പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടിയത്? ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടേയിരിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ വിചാരിച്ച രീതിയിൽ നമുക്ക് ആൻസർ കിട്ടുകയുള്ളൂ. നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ ₹50,000 for 12 months at 20% per annum. ഇൻട്രസ്റ്റ് ബീയിങ് കോമ്പൗണ്ടഡ് ക്വാർട്ടർലി. ക്വാർട്ടർലി കണ്ടു കഴിഞ്ഞാൽ 1/4 ആണ് ഓർത്തിരിക്കുക. പിന്നെ എമൗണ്ട് നമ്മൾ നോക്കാം. 50,000 12 മാസം 20%. 4 ആകുമ്പോൾ 4 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്ന ഇയറിനെ 4 × 12 48. ഡിവൈഡ് ബൈ പേഴ്സൻറ്റേജ് 5%. 48 എന്ന് പറയുമ്പോൾ എത്ര വർഷമാണ്? 4 വർഷം. 4 വർഷത്തിൻ്റെ റേഷ്യോ 4:6:4:1. സിമ്പിൾ അല്ലേ? എഴുതുക. 4:6:4:1 എഴുതൂ. 50,000ന്റെ 20% കാണണ്ട, 5% കാണാം. 10% 5,000 ആണെങ്കിൽ 5% എത്ര? 2,500. 2,500ന് 5%. 250 നേർപകുതി 125. 125ന്റെ 5% 6.25. 125ന്റെ 10% 12,000 നേർപകുതി. ഇനി 6.25ന്റെ 5% 625ന്റെ 5% നോക്കിയാൽ മതി. പിന്നെ പോയിന്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ 0.3125. നിങ്ങൾക്ക് ഫുള്ള് ചെയ്യണമെന്നില്ല. കാരണം ഈ ഒരു വാല്യൂ എടുത്തിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ ഒരു അടുത്തുള്ള ഒരു വാല്യൂ ആണ് നിങ്ങളുടെ ഓപ്ഷനിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടിക്ക് ചെയ്ത് പോകാം. കാരണം ഫുള്ള് ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐഡിയ മനസ്സിലാവും. അപ്പോൾ ഐഡിയക്ക് വേണ്ടിയിട്ടാണ് ഇത്ര ചെയ്യുന്നത്. 2,500 × 4 10,000 രൂപ. 6 × 125 750 രൂപ. 6.25 × 4 25 രൂപ. പ്ലസ് അതിൻ്റെ കൂടെ 0.3125 കൂട്ടുമ്പോൾ 10,775.3125. നമ്മൾ ഇതൊക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ ആ ഒരു ഇക്വേഷൻ മെത്തേഡ് എത്ര സമയം എടുക്കണം നമുക്ക് ആൻസർ ചെയ്യണമെങ്കിൽ? അപ്പോൾ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഒരു റേഷ്യോ മെത്തേഡ് 2 വർഷത്തേക്ക് 2:1, 3 വർഷത്തേക്ക് 3:3:1,
4 വർഷത്തേക്ക് 4:6:4:1 പഠിച്ചു വെക്കുക. ബേസ് അറിയാത്തവർ കഴിഞ്ഞ വീഡിയോ കാണുക, എന്നാൽ മാത്രമേ നമുക്ക് ബേസ് മനസ്സിലാവുള്ളൂ. അപ്പോൾ അത് കാണുക, അതിന് ശേഷം ഇത് കാണുക. അപ്പം ഞാൻ നിങ്ങൾക്ക് ചെയ്യാൻ തരുന്നതാണ് കുറച്ച് ക്വസ്റ്റ്യൻസ്, അത് ചെയ്തിട്ട് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക എത്രയാണ് നിങ്ങളുടെ ആൻസർ. അപ്പോൾ ഇതേ മെത്തേഡ് ഉപയോഗിച്ച് തന്നെയാണ് അത് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ NTPCൻ്റെ ക്ലാസ്സുകൾ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം, ഏതെല്ലാം ക്വസ്റ്റ്യൻസാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻസ് ഇതാണ്. അറ്റ് ദ റേറ്റ് ഓഫ് 12% ഫോർ 1.5 year ഓൺ ₹1,25,000, how much compound interest will be charged if the interest is compounded half yearly? അർദ്ധവാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ 1,25,000 രൂപ നിക്ഷേപിച്ചപ്പോൾ, 1.5 വർഷത്തേക്ക് നിക്ഷേപിച്ചപ്പോൾ 12% വാർഷികമായി പലിശ കണക്കാക്കുന്ന ബാങ്കിലാണ് നിക്ഷേപിച്ചത്. 12% പെർ ആനും ആണ്, പക്ഷേ കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി ആണ്. അങ്ങനെയെങ്കിൽ എനിക്ക് കിട്ടുന്ന പലിശ എത്രയായിരിക്കുമെന്നാണ് ചോദ്യം. അപ്പോൾ ഇത് ചെയ്ത് നോക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനും അതുപോലെ തന്നെ നോക്കാം. വാട്ട് വിൽ ബി ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ ₹1,25,000 അറ്റ് ദി റേറ്റ് ഓഫ് 8% per annum of 9 months if compounded interest to be the calculated quarterly ആണ്. 1,25,000 എന്ന് പറയുന്ന എമൗണ്ട് ഞാൻ നിക്ഷേപിച്ചു. 9 മാസത്തേക്ക് 8% വാർഷിക പലിശ നിരക്കിലാണ് നിക്ഷേപിച്ചത്. പക്ഷേ എങ്ങനെയാണ് പലിശ കണക്കാക്കുന്നത്? ക്വാർട്ടർലി ആണ് പലിശ കണക്കാക്കുന്നത്. അങ്ങനെയെങ്കിൽ എനിക്ക് ലഭിക്കുന്ന എമൗണ്ട് എത്രയായിരിക്കുമെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നാളത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്തിട്ട് ഇന്നതിൻ്റെ ആൻസർ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. RRB, NTPC, SSC, CHCL എന്നിവയുടെ ക്ലാസ്സുകൾ, റീസണിങ്ങും മാത്സും ഉൾപ്പെട്ട ക്ലാസ്സുകൾ നമ്മൾ നാളെ മുതൽ ആരംഭിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഡെയിലി ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാൻ ഈ ചാനലിലൂടെ ശ്രമിക്കുന്നതാണ്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ഈ ഒരു എക്സാം എഴുതുന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.